ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മീനാസ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മഖനിയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ടൊമാറ്റോ എടുത്ത് അതിൻ്റെ കൂടെ 50 ഗ്രാം കാഷ്യൂ നട്ടും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ, അതായത് തക്കാളി മുങ്ങിക്കിടക്കുന്നതിനുള്ള പാകത്തിനുള്ള വെള്ളമെടുത്ത് തിളപ്പിക്കുക. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ടൊമാറ്റോ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ടൊമാറ്റോ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. അതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോൻ്റെ പുറത്തത്തെ തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ വിണ്ടുപോരും. അപ്പോഴാണ് അത് ഏകദേശം ഒരു വേവായി എന്നുള്ളതിനുള്ള തെളിവ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ഒനിയൻ എടുത്ത് അതിലേക്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ സബോള വഴറ്റുന്നത് നല്ലപോലെ വറവാവേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ കൂടെ മാറ്റി വെച്ചിരിക്കുന്ന 6 ഉണക്കമുളകും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇപ്പോൾ സബോളയുടെ കളറ് റോസ് കളറായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും അതിൻ്റെ കൂടെ കാഷ്യൂ നട്ടും എല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ, അതായത് നല്ല പോലെ സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് എത്രത്തോളം അരയുന്നോ അത്രയും നല്ലതാണ്. അതിനുശേഷം ഒരു കടായി എടുത്ത് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 250 മില്ലി, 1 കപ്പ് വെള്ളം ആഡ് ചെയ്യണം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അരച്ച മിക്സിയിലേക്ക് തന്നെ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. ഈ പേസ്റ്റ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുന്നത് നന്നായിരിക്കും. ഇതിലേക്ക് 1/2 സ്പൂൺ കസ്തൂരി മേത്തി ആഡ് ചെയ്യുക. ഈ പനീറിൻ്റെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രേവി നമ്മൾ ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 250 ഗ്രാം പനീർ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ പനീറിന് കുറച്ച് വെന്ത് കിട്ടണ്ട, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു തള വന്നതിന് ശേഷം 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊറിയാൻഡർ ലീവ്സും ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് 4 സ്പൂൺ ഫ്രഷ് ക്രീം. ഇത് ക്രീമായിട്ട് കിട്ടാത്തവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4 സ്പൂണ് പാൽപ്പൊടി ഉണ്ടാവില്ലേ വീടുകളിലൊക്കെ, അപ്പോൾ ആ പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്താലും മതിയാവും. അങ്ങനെ നമ്മുടെ പനീർ മഖനി തയ്യാറായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ അതേപോലെ ഞാണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഞെക്കുക. താങ്ക് യു.